തൊഴിലാളികൾക്ക് കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസിൽ ഇളവ് പ്രഖ്യാപിച്ച് സർക്കാർ. 300 സ്ക്വയർ മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് കുറഞ്ഞത് 50% വരെ ഇളവ് ലഭിക്കും. കഴിഞ്ഞ ഏപ്രിലിൽ വർദ്ധിപ്പിച്ച നിരക്ക് CPM നിർദ്ദേശപ്രകാരമാണ് സർക്കാർ പുനഃപരിശോധിച്ചത്. പുതുക്കിയ നിരക്ക് അടുത്ത മാസം 1-ന് നിലവിൽ വരും. 81 സ്ക്വയർ മീറ്റർ മുതൽ 300 സ്ക്വയർ മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് പെർമിറ്റ് ഫീസിൽ കുറഞ്ഞത് 50% ഇളവ് ലഭിക്കും വിധമാണ് പുതുക്കിയ നിരക്ക്. 81 മുതൽ 150 സ്ക്വയർ മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ സ്ക്വയർ മീറ്ററിന് 50 രൂപയിൽ നിന്ന് 25 രൂപയായി ഫീസ് കുറയും. മുനിസിപ്പാലിറ്റികളിൽ 70 രൂപയിൽ നിന്ന് 35 രൂപയായും കോർപ്പറേഷനിൽ 100 രൂപയിൽ നിന്ന് 40 രൂപയുമായാണ് പെർമിറ്റ് ഫീസ് കുറയുക. 151 മുതൽ 300 സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളുടെ ഫീസ് പഞ്ചായത്തുകളിൽ സ്ക്വയർ മീറ്ററിന് 100 രൂപ എന്നതിൽ നിന്ന് 50 രൂപയായും മുനിസിപ്പാലിറ്റികളിൽ 120 നിന്ന് 60 രൂപയായും കോർപ്പറേഷനിൽ 150 നിന്ന് 70 രൂപയുമാകും. 300 സ്ക്വയർ മീറ്ററിന് മുകളിലുള്ള വീടുകളുടെ നിരക്ക് പഞ്ചായത്തുകളിൽ 150 നിന്ന് 100 രൂപയായി കുറയ്ക്കും. മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും 200 നിന്ന് 150 ആകും. വ്യവസായ വാണിജ്യ കെട്ടിടങ്ങളുടെ നിരക്കിൽ 58% വരെ കുറവ് വരുത്തിയിട്ടുണ്ട്. ഓഗസ്റ്റ് 1-ന് പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിൽ വരും. നിലവിൽ കേരളത്തിൽ ഉള്ളത് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കുകളായിരുന്നു. സ്ക്വയർ മീറ്ററിന് 7 രൂപ എന്നതാണ് ഗ്രാമപഞ്ചായത്തുകളിൽ, 15 രൂപയാണ് നഗരസഭകളിലുണ്ടായിരുന്ന നിരക്ക്. ഈ പെർമിറ്റ് ഫീസും പൂർണ്ണമായും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാത്രമുള്ള വരുമാനമാണ്. ചില്ലിക്കാശ് പോലും സംസ്ഥാന സർക്കാരിന് അതിൽ നിന്ന് കിട്ടുന്നില്ല. ഇങ്ങനെ ഒരു വലിയ നികുതി ഭാരമാണ് ഒറ്റയടിക്ക് ഇത്രയും വർദ്ധിപ്പിക്കേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു പൊതു അഭിപ്രായവും വന്നത് സർക്കാർ ഗൗരവത്തോടു കൂടി തന്നെ കണക്കിലെടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ ഇളവുകൾ വരുത്താൻ തീരുമാനിക്കുകയാണ്. 6ാം ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ഏപ്രിൽ മുതൽ നിരക്കുകൾ 25% വർദ്ധിപ്പിച്ചിരുന്നു. ഇത് തെരഞ്ഞെടുപ്പിലടക്കം തിരിച്ചടിയായെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് സർക്കാർ ഇളവ് പ്രഖ്യാപിക്കുന്നത്. പെർമിറ്റ് ഫീസ് വർധന പുനഃപരിശോധിക്കാൻ CPIM സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. 1 വർഷത്തെ വസ്തുനികുതി ഏപ്രിൽ 30-നകം അടയ്ക്കുകയാണെങ്കിൽ 5% റിബേറ്റും സർക്കാർ പ്രഖ്യാപിച്ചു. 24 തിരുവനന്തപുരം.